ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. നമ്മളിന്ന് നമ്മളിന്ന് കണ്ട സിനിമ ഖലീഫ, പൃഥ്വിരാജിന്റെ ഖലീഫ. ഓവറോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമായിരിക്കും നല്ലത്. ഒരു കുറെ വലിച്ചിട്ടുള്ള കാര്യമുള്ള പാട്ടുകളെല്ലാം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയ മോശമൊന്നും പറയാനില്ല. എബോ ആവറേജ് നിൽക്കുന്ന ഒരു പടമായിട്ടേ പറയാൻ പറ്റുള്ളൂ. വൻ ഹൈപ്പിലേക്കൊന്നും പോകാനായിട്ടൊരു കൊടുക്കാൻ പറ്റില്ല, റേറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല. എബോ ആവറേജ് ഒരു പടം നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ജെക്സ് ബിജോയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണണമെങ്കിൽ കാണാം. ഒരു ആക്ഷൻ പടം കാണുന്ന ഫീല് കിട്ടും. കുറച്ച് ആക്ഷൻ ഓവറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഷമീദിലേൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ തകർപ്പുണ്ട്. എനിക്ക് വിലായത്ത് ബുദ്ധലത്ത് ഈ കോമ്പിനേഷൻ കൊള്ളാമെന്ന് തോന്നുന്നില്ല. വിലായത്ത് ബുദ്ധലത്ത് ഈ ഷമീദിലേന്റെ ഒരു കോമ്പിനേഷൻ അല്ല, പൃഥ്വിരാജ് ഷമീദിലേൻ അതുപോലത്തെ ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് തോന്നി. പിന്നെ വില്ലൻ നമ്മുടെ കത്തിയിലത്തെ സുന്ദരനായിട്ടുള്ള വില്ലൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പടത്തിനൊരു ഔട്ട് ഓഫ് 10 നമുക്കൊരു 5-6 കൊടുക്കാം മാക്സിമം. അത്രയും ഞാൻ റേറ്റിംഗ് കൊടുക്കുള്ളൂ. എൻ്റെ അഭിപ്രായം ഉണ്ടായി പറഞ്ഞേ. കുറച്ച് സ്പോയിലർ പറയാം. ആ സ്പോയിലർ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ. സ്പോയിലർ ഇതാണ്, നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട് പടത്തിനകത്ത്. ടോവിനോ, പിന്നെ സൗബിൻ ചായർ, അങ്ങനെ എല്ലാവരും കൂടി ഒരു എൻഡിൽ വരുന്നൊരു ടോവിനോന് പിന്നെയും കുറച്ചുകൂടി ആക്ഷൻ സീൻ ഉണ്ട്. ലാലേട്ടൻ ജസ്റ്റ് വന്ന് 2 ഡയലോഗ് ഇട്ടിട്ട് വന്നൊരു സംഭവമാണ്. സോബിനവിടെ ചുമ്മാ ഒരു ബോഡി ഗാർഡിന്റെ കൂട്ടിലുള്ള ഒരാളായിട്ടുള്ളത്. ഇതാണ് എന്റെ സ്പോയിലർ. അപ്പൊ എന്റെ അഭിപ്രായത്തില് നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് 1 ടൈം വാച്ച് ആയിട്ട് കാണാം. തിയേറ്ററിൽ പോയി കണ്ടാൽ കുറച്ചുകൂടി എഫക്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ. സൂര്യയുടെ ഒരു പടം ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. സൂര്യയുടെ വിശ്വനാഥൻ സെൻസ് എന്നുള്ളൊരു സംഭവം, ആ മൂവി കണ്ടു. ഫൺ മൂവിയാണ്, പോഷ് മൂവിയാണ്. പിന്നെ മമിത ബൈജു ഒക്കെ നന്നായിട്ട്. ഈ സിനിമ ഞാൻ പറയാൻ കാരണം, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ തിയേറ്ററിലെ CCTV ഉണ്ടല്ല, ഇതിൽ ആളുകളുടെ മുഖം ഒബ്സർവ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് ഇമോഷൻസ് ഉണ്ടാവും. ഭയങ്കര ഇമോഷണലോടാണ്. എന്നാൽ പോഷാണ്. പേര് 1-2 ഫൈറ്റ് സീൻ അത്രേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ കുടുംബമായിട്ട് പോയി കാണാം, കുട്ടികളായിട്ട് പോയി കാണാം. നല്ല രസമുള്ള മൂവിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ ഈ അടുത്ത് തന്നെ പടങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. സൂര്യയുടെ പടങ്ങൾക്കൊക്കെ ഇതിനൊരു ക്ലാസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. സൂര്യ കുറച്ചുകൂടി ഇപ്പൊ ചൂസ് ചെയ്യുന്നത് നല്ല സെലക്ഷൻസ് വരുത്തുന്നുണ്ട്. സോ ഈ ഖലീഫ കണ്ടിട്ടില്ലെങ്കിൽ ആ ഖലീഫ കളിക്കുന്ന തിയേറ്ററിൽ ഈ വിശ്വനാഥൻ സെൻസ് ഉണ്ടെങ്കിൽ ഖലീഫയ്ക്ക് കയറാണ്ട് അതിൽ കയറുമോ. അപ്പൊ ഇതിൽ കുറച്ചും കൂടി നല്ല മൂവി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇത് കാണണം പൃഥ്വിരാജ് ഫാൻ ആണെങ്കിൽ നേരെ ഒരു 1 ടൈം വാച്ച് മൂവി കാണാം. എത്രയേ പറയാൻ പറ്റുള്ളൂ. നിവിൻ പോളിയുടെ സിനിമ നാളെ അല്ലേ റിലീസ്. നോക്കാം, കാണാൻ പറ്റിയാൽ കാണാം. എന്നിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. അത്രേ ഉള്ളൂ. കൂടുതൽ വലിച്ചിടണല്ല. അധികം ലെങ്ത്തിലേക്ക് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല. കാണാനാളുണ്ടെങ്കിലല്ലേ സിനിമകൾക്ക് ഇതൊരു ഹൈപ്പ് കിട്ടും. ശരി, അപ്പൊ അതാണ് പറയാനുള്ളത്. കാണാത്തവരെ പോയി കാണുക. വിലായത്ത് ബുദ്ധ പോലെയുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നിയോന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ തോന്നി, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്.